നമുക്ക് ആറന്മുളയിലേക്ക് പോകാം. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതത്തിലായി ഇതര സംസ്ഥാന തൊഴിലാളികൾ. 2 ദിവസമായി ഭക്ഷണമില്ല, വൈദ്യുതിയില്ലാത്ത ഒറ്റമുറിയിൽ 26 പേരാണ് ഞെരുങ്ങി കഴിയുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. അവിടങ്ങളിൽ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു റൂമിൽ 26 പേരെന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിത്തെ, അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആറന്മുളയിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ പുനരധിവസിപ്പിച്ച് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെയും മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായത്. ആറന്മുളയിൽ തന്നെയുള്ള ഒരു ഒറ്റമുറിയിലേക്കാണ് 26ഓളം ഇത്തരത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒറ്റമുറിയിൽ 26 പേർ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറിയിൽ വൈദ്യുതിയില്ല, കറണ്ടില്ല, വെളിച്ചമില്ല, മറ്റ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം മാത്രമാണ് അവർക്ക് കിട്ടിയത്, ആഹാരം പോലും കിട്ടിയില്ല എന്നുള്ള കാര്യവും പറയുന്നു. ചേട്ടാ ഒരു മിനിറ്റ്, അവിടെ എങ്ങനെയുണ്ട് വെള്ളം? നല്ല വെള്ളമാണ്. കൂടുതൽ ഇനിയുണ്ട്, അവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്. അങ്ങ് ഒത്തിരി ദൂരം വെള്ളം പോയി കയറിയിട്ടുണ്ടോ? ഇപ്പം നിലച്ച് നിൽക്കുകയാണ്, അതിന് കയറുന്നുണ്ട് നല്ലതായിട്ട്. ശരി, എന്തായാലും ഈ ആറന്മുളയിലുള്ള ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ ചെങ്ങന്നൂർ ഭാഗത്തു നിന്നുള്ള ആ പാതയാണിത്, ചെങ്ങന്നൂർ ആറന്മുള പാതയാണ്. ആ പാതയിൽ മുഴുവൻ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അവിടെ നിന്നും ആളുകളെ ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാളാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, 2 ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. വെള്ളം മാത്രമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയം ആറന്മുള MLA അബിൻ വർക്കിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ രീതിയിൽ പട്ടിണിയാണ് അവർ, ഇരുട്ടുമുറിയിലാണ് താമസിക്കുന്നത് എന്നുള്ളത് ഏറെ ദുരിതം വിതയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയാളികളല്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ ഈ രീതിയിലൊരു അവഗണന അവരോട് ഇവിടുത്തെ അധികൃതർ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ അവസ്ഥ കൃത്യമായിട്ട് കാട്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തുമെന്നുള്ള കാര്യം ആറന്മുള MLA അബിൻ വർക്കി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആറന്മുളയിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു വന്നിരിക്കുകയാണ്. ഒപ്പം ആറന്മുളയിൽ ഉൾപ്പെടെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. 1000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വെള്ളം, പമ്പാനദിയിൽ വെള്ളം അല്ലെങ്കിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ശബരിമല വനമേഖലയിലടക്കം വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴവെള്ളമൊക്കെ എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത വെള്ളത്തിൻ്റെ നിരക്കാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിൽ ഒരു അവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളൊരു സൂചനയും സംശയവുമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത് പ്രമാണിച്ചുകൊണ്ട് പരമാവധി ആളുകളെ മാറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. എന്തായാലും ഇനി ആറന്മുള കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് കൂടി ഈ മലവെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ, തിരുവല്ല പോലെയുള്ള മേഖലകളാണ് അപ്പർ കുട്ടനാടൻ മേഖലകളായിട്ട് വരുന്നത്. ഇവിടെ നിന്നുള്ള ഈ വെള്ളം ഒലിച്ചിനി ആ മേഖലയിലേക്കാണ് പോകേണ്ടത്. എന്തായാലും ആ ഭാഗങ്ങളിലും ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് ജില്ല വീണ്ടും മാറിയിരിക്കുകയാണ്. ഇന്നലത്തെ പകൽ സമയത്ത് മഴയൊന്ന് മാറി നിന്ന് അല്പം ഒരു ആശ്വാസത്തിന് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇന്നലെ രാത്രി മുതൽ വീണ്ടും കനത്ത മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയും മഴ അങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. ഒപ്പം മൂഴിയാർ ഡാം അതിൻ്റെ പരമാവധി ജലസംഭരണ ശേഷിയിലേക്ക് എത്തുകയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡാമിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ. ഏത് നിമിഷം വേണമെങ്കിലും അല്ലെങ്കിൽ ജലനിരപ്പ് ഈ പരമാവധി നിലയിൽ കവിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തുറന്നുവിടാനുള്ള അനുമതിയുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ തന്നെ അനുമതി നൽകിയിട്ടുണ്ട് ഡാം തുറന്നുവിടുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും അങ്ങനെ മുൻകരുതൽ നടപടികളുമൊക്കെ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നദികളിൽ ജലനിരപ്പ് ഒരു അപകടകരമായിട്ടുള്ള നിലയിലേക്ക് ഉയർന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നലെ പെയ്തിട്ടുള്ള ആ മഴ അതുമൂലം ഇങ്ങോട്ടേക്ക് എത്തുന്ന ജലനിരപ്പിൽ ആശങ്കയുണ്ട്. അത് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ ആ വെള്ളം ആറന്മുള ഭാഗത്തേക്കൊക്കെ തന്നെ ഒഴുകിയെത്തും.